ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. ലാലേട്ടൻ ഇന്ന് ജാസ്മിൻ ഗബ്രി വിഷയത്തിലൊരു തീരുമാനമാക്കുമെന്ന്. അതെ, ലാലേട്ടനും ബിഗ് ബോസും ചേർന്ന് ആ വിഷയത്തിലൊരു തീരുമാനമാക്കിയിട്ടുണ്ട്. അവരുടെ കൃത്യമായ പ്ലാനിംഗ് ആയിരുന്നു. ഒരു ഷോ എങ്ങനെ കൊണ്ടുപോകണമെന്ന് കൃത്യമായ പ്ലാനിങ്ങൾ അവർ വന്നു, അത് നടപ്പിലാക്കി, എല്ലാം അവർ പൊളിച്ചടുക്കി. പ്രേക്ഷകരുടെ ആവശ്യം അവർ നിറവേറ്റി എന്ന് തന്നെ പറയാം. ബിഗ് ബോസ് ക്രൂവിനും ലാലേട്ടനും അഭിനന്ദനങ്ങൾ. ലാലേട്ടൻ ജാസ്മിനോടും ഗബ്രിയോടും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു, വീട്ടുകാരോടായിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഇവരുടെ ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നു. ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുന്നു. ജാസ്മിന് പറയുന്ന ഓരോ അഭിപ്രായം അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ ഗബ്രിയും പറയുന്നു. പക്ഷേ ലാലേട്ടൻ കുറച്ച് വീഡിയോസ് കാണിക്കുന്നു. ആ വീഡിയോസിൻ്റെ അകത്ത് ഗബ്രി ജാസ്മിനെ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്, കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജാസ്മിൻ തിരിച്ച് അങ്ങോട്ടും അതിനുള്ള എല്ലാ അവസരങ്ങളും വിട്ടുകൊടുക്കുന്നുണ്ട്. നമ്മൾ ലൈവിലൊക്കെ കാണുന്നതാണ്, എപ്പിസോഡിൽ നമ്മൾ കാണുന്നതാണ് രണ്ട് കൂട്ടരും എന്തൊക്കെയാണ് അവിടെ ചെയ്തു കൂട്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പം അത് ഇവരുടെ ഒരു പ്ലാനായിരുന്നു. ബിഗ് ബോസിൻ്റെയും ലാലേട്ടൻ്റെയും ഒരു പ്ലാനായിരുന്നു. ഇവരുടെ എന്താണ് ഇവർ തമ്മിലുള്ളതെന്ന് ഇവർ പറയാത്തിടത്തോളം കാലം ഇവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. ആ പ്ലാനിൽ അവർ വിജയിച്ചു. അവരത് കൃത്യമായി നടപ്പാക്കി. അതിനുള്ള മറുപടി ഇന്ന് ജാസ്മിൻ്റെ വായിൽ നിന്ന് തന്നെ വന്നു. ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്, ഞങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയമുണ്ട്, പക്ഷേ അത് ഞങ്ങൾ തുറന്നു പറയുന്നില്ല, അല്ലെങ്കിൽ പ്രണയം വരെ ഞങ്ങളത് എത്തിക്കുന്നില്ല. എന്തുകൊണ്ട് ഇതൊരിക്കലും നടക്കില്ല എന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം. അതുകൊണ്ട് മാത്രം ഞങ്ങൾ അവിടെ എത്തിക്കുന്നില്ല. അതെങ്ങനെയാണ്? പ്രണയമാണ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ പ്രണയത്തിലേക്ക് എത്തിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് നടക്കുക? നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണോ? അപ്പോൾ ഇതിൽ വ്യക്തമാണ്, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. രണ്ടുപേരും പ്രണയത്തിൽ തന്നെയാണ്. അതങ്ങോട്ട് സമ്മതിച്ച് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. അത് സമ്മതിക്കാതിരുന്നതാണ് ഇത് ഇത്രയും വലിയ പ്രശ്നത്തിലേക്ക് എത്തിയതും രണ്ട് കൂട്ടർക്കും വലിയ രീതിയിൽ ഹെയ്റ്റ് പുറത്തുണ്ടായതും രണ്ടുപേരെയും ഗെയിമിനെ അത് ബാധിച്ചതും ഇപ്പം ജാസ്മിൻ മാനസികമായി വളരെയധികം തകർന്ന് തരിപ്പണമായതുമെല്ലാം ഇതുകൊണ്ട് തന്നെയാണ്. ഇത് നേരത്തെ അങ്ങോട്ട് സമ്മതിച്ചില്ലെങ്കിൽ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇന്ന് ബിഗ് ബോസിൽ ലാലേട്ടൻ അത് പൊളിച്ചെടുക്കുകയാണ് ഉണ്ടായത്. നിലവിൽ രണ്ട് കൂട്ടർക്കും അത് സമ്മതിക്കല്ലാണ്ട് വേറെ വഴിയുമില്ലായിരുന്നു.